ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഞാൻ PSC എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുമ്പോൾ എങ്ങനെയാണ് കറണ്ട് അഫെയർ ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ള കാര്യമാണ്. ആദ്യമേ തന്നെ പറയട്ടെ, ഞാൻ പത്രം വായിക്കാറില്ല. അതിന് പകരമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നത് പത്രവാർത്തകൾ എന്ന് പറഞ്ഞ ടെലിഗ്രാം ചാനലിൽ അവർ ഡെയിലി അന്നത്തെ ദിവസത്തെ പേപ്പർ കട്ടിങ്സ് ഇടും. അതാണ് ഞാൻ വായിക്കാറ്. പത്രം വായിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പത്രം വായിക്കുമ്പോൾ ആകെ നമുക്ക് ഒരു ദിവസത്തിൽ കുറച്ച് സമയം മാത്രമേ പഠിക്കാൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ പത്രം വായിക്കാൻ ഇരുന്ന് കഴിയുമ്പം ഒരുപാട് ന്യൂസ് പത്രത്തിലുണ്ട്. ആവശ്യമായതും നമുക്ക് ഒരു എക്സാമിന് ആവശ്യമായതും ആവശ്യമല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ന്യൂസുണ്ട്. അപ്പം നമ്മൾ വായിക്കുമ്പം നമ്മൾ ഹെഡിങ് കാണുമ്പോൾ നമുക്ക് എന്താണെന്ന് അറിയണമെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ച് ഇരുന്ന് സമയം പോകും. അങ്ങനെ നമുക്ക് ഒരുപാട് സമയം അതിലൂടെ വേസ്റ്റ് ആവും. അപ്പോൾ അതങ്ങനെ ടൈം പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യുന്നത്. അവർ ആ പേപ്പർ കട്ടിങ്സ് അതേപടി തന്നെയാണ് ഇടുന്നത്. അവർ എഡിറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ മാറ്റിയിട്ടോ ഒന്നുമല്ല, ഡയറക്റ്റ് ആ പേപ്പർ കട്ടിങ്സ് ആണ് ഇടുന്നത്. അപ്പം നമുക്ക് അത് വായിക്കുമ്പം സെയിം ന്യൂസ് പേപ്പർ വായിച്ചൊരു ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതാണ് ഒരു കാര്യം ഫോളോ ചെയ്യുന്നത്. അത് ഡെയിലി ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം, വാക്കപ്പ് സ്പീഡിയ എന്ന് പറഞ്ഞ ടെലിഗ്രാം ചാനലിൽ അവർ ഡെയിലി കറണ്ട് അഫെയർസ് PDF ആയിട്ട് ഇടാറുണ്ട്. അത് എഴുതിയെടുക്കും. അപ്പോൾ അതിനകത്ത് ഒരു ഏകദേശം 10 താഴെ പോയിൻറ്റ്സ് മാത്രമേ വരാറുള്ളൂ. ഡെയിലി നമ്മൾ എഴുതുമ്പം ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിലാണ് അവർ ഇടുന്നത്. അപ്പോൾ ഒരുപാട് പോയിൻറ്റ്സ് ഒന്നും കുത്തി നിറയ്ക്കാറില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പോയിൻറ്റ്സാണ് അവരിടാറ്. അപ്പോൾ ഡെയിലി നമ്മളത് എഴുതിയെടുക്കുമ്പോൾ നമുക്കൊരു ബേർഡനായിട്ടത് വരത്തില്ല. വളരെ കുറച്ച് സമയം മാത്രം നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കറണ്ട് അഫെയർ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മൾ ഡെയിലി നമ്മൾ ഈ പേപ്പർ കട്ടിങ്സ് വായിച്ചതുകൊണ്ട് നമ്മൾ ഓൾറെഡി വായിച്ചിട്ടാണ് നമ്മൾ ഈ പോയിൻറ്റ്സ് നമ്മൾ എഴുതിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോയിൻറ്റ്സ് എഴുതുമ്പം അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരും. കാരണം നമ്മൾ ഓൾറെഡി ആ ന്യൂസ് വായിച്ചതാണ്. പിന്നെ എന്തെങ്കിലും പുതിയതായിട്ടുള്ള പേരുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കുറച്ച് ഫെമിലിയർ ആയിട്ട് നമുക്ക് തോന്നും. അതാണ് ഈ രണ്ട് കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. അതോടൊപ്പം തന്നെ ഇഷ്ടംപോലെ പോൾസ് ഉള്ള ടെലിഗ്രാം ചാനൽസ് ഉണ്ട്. അപ്പോൾ ഈ പോൾസ് എല്ലാം ഒരു റിവിഷൻ പോലെ ഞാൻ ചെയ്തു നോക്കാറുണ്ട്. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒരു റിവിഷൻ പോലെയാണല്ലോ വരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഡെയിലി കറണ്ട് അഫെയർ എഴുതുമ്പം തലേ ദിവസത്തെ കറണ്ട് അഫെയർ ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കും. എന്നിട്ടാണ് അന്നത്തെ ദിവസത്തെ എഴുതാറ്. അതേപോലെ ഒരു വീക്കാകുമ്പോൾ ആ വീക്കിലുള്ള മൊത്തം കറണ്ട് അഫെയറും ഞാൻ എഴുതിയത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാറുണ്ട്. അതേപോലെ നെക്സ്റ്റ് വീക്കാകുമ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെയും ഈ ആഴ്ചത്തെയും കൂടെ ജസ്റ്റ് വായിച്ച് നോക്കും. അങ്ങനെ ഒരു മന്ത് എൻഡ് ആകുമ്പോൾ ആ മാസത്തെ മൊത്തം കറണ്ട് അഫെയർ ഒന്നിരുന്ന് പഠിക്കും. വളരെ പെട്ടെന്ന് തന്നെ നമുക്കപ്പോൾ അത് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണ്. നമുക്ക് പേരുകളൊക്കെ നല്ല ഫെമിലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പിന്നെ ഓൾറെഡി അത് വായിക്കുമ്പോൾ നമ്മൾ ഓരോ പോയിൻറ്റ്സ് ആയിട്ടാണല്ലോ എഴുതി വെച്ചിട്ടുണ്ടാവുക. നമ്മൾ ആ പേപ്പർ കട്ടിങ്സ് നമ്മൾ വായിച്ചതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ റിലേറ്റഡ് കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരികയും ചെയ്യും. അപ്പോൾ കറണ്ട് അഫെയറിന് വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ബേർഡനും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് ഇത് പഠിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ ഫോളോ ചെയ്യുന്നത്, ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ചന്ദ്രയാൻ, ഏഷ്യൻ ഗെയിംസ്, ഒളിമ്പിക്സ്, അങ്ങനെയുള്ള നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒരു നോട്ട് തന്നെ തയ്യാറാക്കി വെക്കാറുണ്ട്. അതും ടെലിഗ്രാം ചാനലിൽ കിട്ടുന്ന PDF തന്നെ ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനലിൽ വരുന്ന PDF വായിച്ചിട്ട് അത് ഞാനൊരു നോട്ടാക്കി വെക്കാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാറ്. അല്ലാതെ കറണ്ട് അഫെയറിന് വേണ്ടിയിട്ട് ഒരു ബുക്കോ അല്ലെങ്കിൽ PDF പ്രിൻ്റ് എടുക്കുകയോ ഒന്നും ചെയ്യാറില്ല. ഞാൻ തന്നെ കറക്റ്റായിട്ട് അത് കുറച്ച് സമയം നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്കൊരു കറണ്ട് അഫെയറിന് ഒരു ബുക്കൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഒരു ബേർഡനായിട്ട് തോന്നുകയില്ല. വളരെ ഈസി ആയിട്ട് നമുക്കിത് കൊണ്ടുപോകാൻ സാധിക്കും. കാരണം എനിക്ക് കറണ്ട് അഫെയർ ആദ്യം വളരെ ടഫുള്ളൊരു കാര്യമായിരുന്നു. കാരണം കൂട്ടി വെച്ച് ഒരു മാസത്തെ നമ്മൾ ഒരുമിച്ച് പഠിക്കാനിരിക്കും. അപ്പോഴാണ് നമുക്കിത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് മാറുന്നത്. പക്ഷെ ഡെയിലി കുറച്ച് സമയം നമ്മൾ പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഈസി ആയിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും
നമുക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ ദിവസം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ നമുക്കത് അന്നന്ന് തന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് പോകാനായിട്ടും സാധിക്കും നമ്മളിങ്ങനൊരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പോൾസ് ഒന്നും, കറണ്ട് അഫെയർഡ് പോൾ ചെയ്യുന്ന ഒരുപാട് ചാനലുകളുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ മിസ്സാക്കാതെ കിട്ടുമ്പോൾ അതൊക്കെ ചെയ്ത് നോക്കുക. ആനുകാലികം എന്ന് പറഞ്ഞ ടെലിഗ്രാം ചാനലിൽ അവർ ഇടയ്ക്ക് പോൾസ് ഇടാറുണ്ട്. അതുപോലെ സൈലത്തിലൊക്കെ അവരുടെ ചാനലിൽ ഇടയ്ക്ക് പോൾസ് ഇടാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറണ്ട് അഫെയർ വളരെ ഈസി ആയിട്ട് പഠിക്കും. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഫോളോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. കുറേ പേർക്കൊക്കെ ഇത് ഇങ്ങനെയൊക്കെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. എങ്കിലും ആർക്കെങ്കിലൊക്കെ യൂസ്ഫുൾ ആകുവാണെങ്കിൽ ആകട്ടെ എന്ന് കരുതി ഷെയർ ചെയ്തതാണ്. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.